ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് സ്റ്റഡീസ്. അപ്പോൾ ഫ്രണ്ട്സ്, ജൂലൈ 14 ക്ലാസ് 9 വിക്ടേഴ്സ് ക്ലാസ്സിൽ ബയോളജി ചെയ്യുന്നു. അപ്പോൾ സാറ് കുറച്ച് അസൈൻമെൻറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സാറ് എന്ന അസൈൻമെൻറ്റ്സിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. അപ്പം സാർ ആദ്യം നിന്ന് സൂചകങ്ങൾ ഇതായിരുന്നു, ഇതിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നീഡ് ഓഫ് കൺവേർട്ടിംഗ് ഗ്ലൂക്കോസ് ടു സ്റ്റാർച്ച്. ഗ്ലൂക്കോസ് അന്നജമാകേണ്ടതിൻ്റെ ആവശ്യകത. അപ്പം ഇതിൻ്റെ ആൻസർ, ജലത്തിൽ വളരെ വേഗം ലയിക്കുന്നതിനാൽ ഗ്ലൂക്കോസിനെ സസ്യശരീരത്തിൽ സംഭരിക്കാനാവില്ല. തന്മൂലം സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ അലയമായ അന്നജ രൂപത്തിൽ ഇലകളിൽ സംഭരിക്കുന്നു. സിൻസ് ഗ്ലൂക്കോസ് is easily soluble in water, it cannot be stored in plant body. Therefore, plants store glucose in the form of insoluble starch in the leaves. അടുത്ത ക്വസ്റ്റ്യൻ, മെത്തേഡ്സ് ബൈ വിച്ച് പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച്. സസ്യങ്ങൾ അന്നജത്തെ പ്രയോജനപ്പെടുത്തുന്ന മാർഗങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ, ജീവൻ പ്രവർത്തനങ്ങൾക്കുള്ള ഊർജ്ജ സ്രോതസ്സായും വളർച്ചയ്ക്ക് ആവശ്യമായ പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനോ സസ്യങ്ങൾ അന്നജം പ്രയോജനപ്പെടുത്തുന്നു. പ്ലാന്റ്സ് യൂട്ടിലൈസ് സ്റ്റാർച്ച് ആസ് സോഴ്സ് ഓഫ് എനർജി ഫോർ ലൈഫ് ആക്ടിവിറ്റീസ് ആൻഡ് ടു പ്രിപ്പയർ സബ്സ്റ്റൻസ് റിക്വയർഡ് ഫോർ ഗ്രോത്ത്. അടുത്ത ചോദ്യം, സ്റ്റോറേജ് ഓഫ് ഫുഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. വിവിധ സസ്യഭാഗങ്ങളിൽ ആഹാരത്തിൻ്റെ സംഭരണം. അപ്പോൾ അതിൻ്റെ ആൻസർ, ട്യൂബേഴ്സിൽ സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ് പ്ലാന്റ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ലെഗുമസിൽ പ്രോട്ടീൻ്റെ രൂപത്തിലാണ്. ഓയിൽ സീഡ്സിൽ ഫാറ്റിൻ്റെ രൂപത്തിലാണ്. ഫ്രൂട്ട്സിൽ ഫ്രൂക്ടോസിൻ്റെ രൂപത്തിലാണ്. ഷുഗർ കെയിനിൽ സ്യൂക്രോസിൻ്റെ രൂപത്തിലാണ്. കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ആഹാരം സംഭരിക്കുന്നത് അന്നജത്തിൻ്റെ രൂപത്തിലാണ്. പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ്റെ രൂപത്തിൽ. എണ്ണക്കുരുക്കളിൽ കൊഴുപ്പിൻ്റെ രൂപത്തിൽ. പഴവർഗ്ഗങ്ങളിൽ ഫ്രൂക്കോസിൻ്റെ രൂപത്തിൽ. കരിമ്പിൽ സൂക്രോസിൻ്റെ രൂപത്തിലുമാണ് വിവിധ സസ്യങ്ങളിലുള്ള ആഹാരത്തിൻ്റെ സംഭരണം. അപ്പോൾ അടുത്ത ചോദ്യം, ഹൗ സ്റ്റാർച്ച് സ്റ്റോർഡ് ഇൻ ലീവ്സ് റീച്ചസ് അതർ പ്ലാന്റ് പാർട്സ്. ഇലകളിൽ സംഭരിക്കുന്ന അന്നജം സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ എത്തുന്നത് എങ്ങനെയാണ്? അപ്പം ഈ ഇൻഡിക്കേറ്ററിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഇൻഡിക്കേറ്റർ നോക്കാം. അപ്പം ഇതായിരുന്നു സാറ് അടുത്ത ഇൻഡിക്കേറ്റർ, സൂചകങ്ങൾ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് നോക്കാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഓഷ്യൻ എക്കോസിസ്റ്റം. സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ മുഖ്യ ഉൽപ്പാദകർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ, അൽഗെ ആൻഡ് ഫൈറ്റോപ്ലാങ്ക്ടൺ. അൽഗകളും സസ്യപ്ലവകങ്ങളുമാണ് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ മുഖ്യ ഉൽപ്പാദകർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ ദ ഓഷ്യൻ. കടലിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ, അന്തരീക്ഷ ഓക്സിജനിലെ 70% മുതൽ 80% സമുദ്രത്തിലെ അൽഗകൾ, ജലസസ്യങ്ങൾ എന്നിവയിലൂടെ നടക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ് ലഭിക്കുന്നത്. About 70 to 80% of oxygen in the atmosphere is from the photosynthesis done by algae and phytoplankton in the ocean. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്ര മലിനീകരണം, കാരണങ്ങളും പ്രത്യാഘാതങ്ങളും. ഓഷ്യൻ പൊല്യൂഷൻ, കോസസ് ആൻഡ് കോൺസിക്വൻസസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ, ആദ്യം നമുക്ക് സമുദ്ര മലിനീകരണം, ഓഷ്യൻ പൊല്യൂഷൻ്റെ കാരണങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് സമുദ്ര മലിനീകരണം, ഓഷ്യൻ പൊല്യൂഷൻ്റെ കോസസ്, സമുദ്ര മലിനീകരണത്തിൻ്റെ കാരണങ്ങളാണ്. അപ്പോൾ കാരണങ്ങളിൽ ആദ്യത്തേത് ആണവ മാലിന്യങ്ങൾ, ന്യൂക്ലിയർ വേസ്റ്റ്. രണ്ടാമത്തേത് എണ്ണച്ചോർച്ച, ഓയിൽ സ്പിൽ. മൂന്നാമത്തേത് ഫാക്ടറി മാലിന്യങ്ങൾ, ഫാക്ടറി വേസ്റ്റസ്. ഇത്രയാണ് അപ്പോൾ സമുദ്ര മലിനീകരണം, ഓഷ്യൻ പൊല്യൂഷനുള്ള കാരണങ്ങൾ, കോസസ്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ, കോൺസിക്വൻസ് നോക്കണം. കോൺസിക്വൻസിൽ ഒന്നാമത്തേത്, പ്ലാസ്റ്റിക് കൊണ്ടുള്ള മലിനീകരണം തടയുക, പ്രിവെൻറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഫാക്ടറികളിൽ നിന്നുള്ള മലിനീകരണം തടയുക, പ്രിവെൻറ്റ് പൊല്യൂഷൻ ഫ്രം ഫാക്ടറീസ്. അടുത്തത്, രാസമാലിന്യങ്ങൾ സമുദ്രത്തിലെത്തുന്നത് തടയുക, പ്രിവെൻറ്റ് കെമിക്കൽ കണ്ടെയ്ൻമെൻറ്റ്സ് ഫ്രം എൻറ്ററിങ് ദ ഓഷ്യൻ. അപ്പോൾ ഇത്രയാണ് സമുദ്രത്തിൻ്റെ കോൺസിക്വൻസും കോൺസസും, കാരണങ്ങളും പ്രത്യാഘാതങ്ങളും. അപ്പോൾ അടുത്ത ഒരു വർക്ക്ഷീറ്റാണ്. അപ്പോൾ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. എ എന്ന ബോക്സിൽ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. അവയെ ബി എന്ന ബോക്സിൽ തന്നിട്ടുള്ള സൂചകങ്ങളുമായി ജോഡികളായി എഴുതുക. അപ്പോൾ ഇത് രണ്ടും മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ നേരെ ശരി ഉത്തരം എഴുതിയാൽ മതിയായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന വർണ്ണകം. ആൻസർ അതിൻ്റെ ഹരിതകം എ ആണ്. അടുത്ത രണ്ടാമത്തത്, പുറന്തള്ളപ്പെടുന്ന വാതകം. അപ്പം പുറത്തേക്ക് പോകുന്ന ഗ്യാസ് ഓക്സിജൻ ആണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിർമ്മിക്കുന്ന ആഹാരം. അതിൻ്റെ ആൻസർ
ഗ്ലൂക്കോസ്. 4ാമത്തെ ചോദ്യം ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ കാർബൺ ഡയോക്സൈഡ്, ജലം. 5ാമത്തെ ചോദ്യം സ്ട്രോമയിലേക്ക് പോകുന്ന വാതകം. ആൻസർ ഹൈഡ്രജൻ. 6ാമത്തേത് ആഹാരം ഇലകളിൽ സംഭരിക്കുന്ന രൂപം. ആൻസർ അന്നജം. 7ാമത്തേത് ആഹാരം സംഭരിക്കപ്പെടുന്നതിനായി സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന കുഴൽ. ഇതിൻ്റെ ഉത്തരം ഫോളം. Box A contains same statements related to photosynthesis. Write them in pair with the hints given in box B. A. First question. The pigment that participate directly in photosynthesis. Answer chlorophyll A. Second one, expelled gas. Answer oxygen. Third one, food produced. Answer glucose. Fourth one, compounds required for the formation of food. Answer carbon dioxide, water. Fifth one, gas going to the stroma. Answer hydrogen. Sixth one, in which form food stored in leaves. Answer starch. Seventh one, through which the food is transported to the different parts of plant. Answer phloem. അപ്പം ഇത് ചിത്രീകരണം നിരീക്ഷിക്കുക, വിട്ടുപോയ ഭാഗങ്ങൾ സൂചകങ്ങൾ അനുസരിച്ച് പൂർത്തിയാക്കുക. അപ്പം പ്രകാശഘട്ടത്തിൻ്റെ എ ആണ് നമ്മൾ പൂർത്തിയാക്കുന്നത്. അത് എവിടെയാണ് ഫോം ചെയ്തത്, എവിടെയാണ് ഈ പ്രകാശഘട്ടം നടക്കുന്നതിനാണ് നമ്മളിത് എഴുതേണ്ടത്. പ്രകാശഘട്ടം എവിടെയാണ് നടക്കുന്നത്? അപ്പം എ നിങ്ങൾക്ക് ഗ്രാന എന്ന് എഴുതാം. അടുത്തത് ബി എന്തെഴുതാം? ബി എന്താണ്? ഇരുണ്ട ഘട്ടം എവിടെയാണ് നടക്കുന്നത്? ഡാർക്ക് ഫേസ് എവിടെയാണ് നടക്കുന്നത്? സ്ട്രോമയിലാണ്. അപ്പം നിങ്ങൾക്ക് അവിടെ സ്ട്രോമ എന്ന് എഴുതാം. ഇനി നമുക്ക് പൂർത്തിയാക്കേണ്ടത് സിയും ഡിയും. സിയിലും ഡിയിലും എഴുതേണ്ടത് അതിൻ്റെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻസ് എന്തായിരുന്നു? കഴിഞ്ഞ പ്രാവശ്യം സാറ് ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാൻ തന്നിരുന്നല്ലേ. അപ്പോൾ ലൈറ്റ് ഫേസിൻ്റെ ഫങ്ഷൻ എന്താണ്? വാട്ടർ സ്പ്ലിറ്റ്സ് ആൻഡ് ഓക്സിജൻ ഇസ് റിലീസ്ഡ്, ഹൈഡ്രജൻ റീച്ചസ് സ്ട്രോമ. ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു, ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുന്നു. ഡാർക്ക് ഫേസിൻ്റെ ഫങ്ഷൻ എന്താ? Energy in ATP used to combine hydrogen and carbon dioxide to produce glucose. ATPയിലെ ഊർജ്ജം ഉപയോഗിച്ച് ഹൈഡ്രജൻ കാർബൺ ഡയോക്സൈഡ് ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കും. ഇനി നമുക്ക് അടുത്ത വർക്ക്ഷീറ്റ് നോക്കാം. ടാബ്ലറ്റ് ഫോളോയിങ് ഇൻ ദ ഫോം ഓഫ് ഫുഡ്സ് ന്യൂട്രിയൻസ്. അപ്പോൾ ഫ്രണ്ട്സ്, സാറ് ജൂലൈ 14 ബയോളജി ക്ലാസ് എത്ര അസൈൻമെൻറ്റ്സ് തന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.